Longitudinal strain under pure bending. So when we apply force to a beam, what will happen is there arises stress and strain throughout that beam. So if we want to analyze that stress and strain, we need to find the internal force as well as internal couple acting on that beam. Normally, the load can be classified into two, that is a distributed load as well as concentrated load. Concentrated load means ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയാം. നമ്മളൊരു എൻറ്റയർ ബീമിലേക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയാം. സോ നമ്മളൊരു ബീം എടുത്ത് അതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ സ്ട്രെസ്സും സ്ട്രെയിനും ക്രിയേറ്റ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ആ ബീമിന് എന്ത് പറ്റും, ആ ബീം ഒന്ന് ബെൻഡ് ആവും. അതിനെയാണ് നമ്മൾ ഫ്ലക്ഷറൽ ബെൻഡിങ് എന്ന് പറയുക. ഈ ഒരു ബീം ബെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ആ ഒരു ബീം ബെൻഡിങ് അല്ലെങ്കിൽ ആ ബീമിനുണ്ടാകുന്ന ഡീഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിനു വേണ്ടി നമ്മളൊരു ബീം കൺസിഡർ ചെയ്യുക. ഫിഗറിൽ എ ബി എന്ന് പറയുന്ന ഒരു ബീമുണ്ട്. ആ ബീമിൽ രണ്ട് സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. എം എൻ എന്ന് പറയുന്ന സെക്ഷനും പി ക്യു എന്ന് പറയുന്ന സെക്ഷനും. ആ രണ്ട് സെക്ഷനും നോർമൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ്, മീൻസ് പെർപെൻഡിക്കുലർ ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ്. ദെൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബീം ബെൻഡ് ചെയ്യും. ബീം ബെൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതിനോടൊപ്പം തന്നെ ആ എം എൻ എന്ന് പറയുന്ന സെക്ഷനും പി ക്യു എന്ന് പറയുന്ന സെക്ഷനും ബെൻഡ് ചെയ്യും. സോ ആ ഒരു ഫിഗർ നോക്കുക. ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ താഴത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്ത പോലെയുണ്ട്, മീൻസ് അവിടെ ഒരു ടെൻഷനാണ് ക്രിയേറ്റ് ചെയ്യുക. വെറസ് അപ്പർ പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലെങ്ത്ത് റെഡ്യൂസ് ചെയ്ത പോലെയാണ്, മീൻസ് അവിടെ കംപ്രഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുക. Then comes neutral surface. Neutral surface means the surface in which longitudinal lines do not change in length. ST എന്ന് പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ. സോ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനിൻ്റെ ലെങ്ത്ത് ചേഞ്ച് ചെയ്യാത്ത സർഫസിനെയാണ് നമ്മൾ ന്യൂട്രൽ സർഫസ് എന്ന് പറയുക. Then comes neutral axis. Neutral axis means the intersection between the neutral surface with any cross-sectional plane. Neutral surfaceും ഏതെങ്കിലും cross-sectional പ്ലെയിനുമായിട്ടുള്ള ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുക. ദെൻ പറഞ്ഞു ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബീമിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ ആ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ follows a number of guidelines. സോ ആ ഗൈഡ്ലൈൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും സ്ട്രെസ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആ ഒരു പോയിന്റിൽ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്ട്രെയിനിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ് ആൻഡ് ദി ന്യൂട്രൽ ആക്സിസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റും ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ്, നമ്മളൊരു കാൻഡിലീവർ ബീം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫിഗർ നോക്കുക. കാൻഡിലീവർ ബീം എടുക്കുകയാണെങ്കിൽ ആ ബീമിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ പോർഷനിലാണ് കംപ്രഷൻ ഫീൽ ചെയ്യുക. വെറാസ് അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ഇലോങ്ങേഷനാണ്, മീൻസ് അപ്പർ പോർഷനിൽ ടെൻസൈൽ സ്ട്രെസ്സും ലോവർ പോർഷനിൽ കംപ്രസീവ് സ്ട്രെസ്സുമാണ് ജനറേറ്റ് ചെയ്യുക. സോ ആ ഒരു കംപ്രസീവ് ഫോഴ്സ് ആസ് വെൽ ആസ് ടെൻസൈൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദെൻ പ്യുവർ ബെൻഡിങ്ങിൻ്റെ കേസാണെങ്കിൽ പ്യുവർ ബെൻഡിങ് മീൻസ് മൊമെൻറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ബീം. സോ പ്യുവർ ബെൻഡിങ്ങിൻ്റെ കേസിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദാറ്റ് ബീം. നെക്സ്റ്റ് ഇതിൻ്റെ കാൽക്കുലേഷനാണ്. പക്ഷെ നമ്മളിവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലെ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നോർമൽ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് ടു ദ ന്യൂട്രൽ പ്ലെയിൻ ഇസ് ഡിനോട്ടഡ് ആസ് സിഗ്മ എച്ച്. സിഗ്മ ഓഫ് എച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെസ്സ് ഡിനോട്ട് ചെയ്യുക. സ്ട്രെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡി എ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സാണ്, മീൻസ് ഡി എഫ് ഓഫ് എച്ച് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫോഴ്സ് കാരണമാണ് മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ
മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. മൊമെൻറ്റ് മീൻസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സ് ആൻഡ് ദി ന്യൂട്രൽ പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും നമ്മൾ ന്യൂട്രൽ പ്ലെയിൻ വെച്ചിട്ടാണ് സ്ട്രെസ്സും കാര്യങ്ങളും ഒരു റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. Then the area integral of the moment is equal to the applied bending moment. Means applied bending moment. Moment m is equal to integral of the moment. Integral of moment എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഫോഴ്സ് എന്ന് പറയുന്നത് dF(h) ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. സോ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എടുത്താൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഇനി dF(h) എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ആണ്. സോ അതിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. dF(h) എന്ന് പറയുന്നത് സിഗ്മ ഓഫ് എച്ച് ഇൻറ്റു ഡി എ ആണ് ഇൻറ്റു എച്ച്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് -t/2 ടു +t/2 ആണ്. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീനിയർലി റിലേറ്റഡ് ടു എച്ച് ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ദ മാക്സിമം സ്ട്രെസ് അറ്റ് ദി സർഫസിലാണ് നമ്മൾ മാക്സിമം സ്ട്രെസ് കിട്ടുക. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സിഗ്മ മാക്സ്. സോ ആ ഒരു ഇക്വേഷൻ എന്ത് വരും? m ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് h ഈക്വൽ ടു -t/2 ടു +t/2. സിഗ്മ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ മാക്സിമം സ്ട്രെസ്സായി, ദാറ്റ് ഈസ് സിഗ്മ മാക്സ് ആയി, ഇൻറ്റു എച്ച്. സിഗ്മ ഓഫ് എച്ചിൻ്റെ ആ എച്ചിനെ നമ്മൾ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യുന്നതാണ്. h ഡിവൈഡഡ് ബൈ t/2 ഇൻറ്റു ഡി എ ഇൻറ്റു എച്ച്. സോ ആ ഒരു ടേമിന് പുറത്തേക്ക് എടുത്താൽ സിഗ്മ മാക്സ് ഇൻറ്റു t/2 എന്ന് പറയുന്ന ടേമിന് ഇൻറ്റഗ്രലിനെ പുറത്തെടുത്താൽ യു വിൽ ഗെറ്റ് ദ ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് h² ഇൻറ്റു ഡി എ. h² ഇൻറ്റു ഡി എ എന്ന് പറയുന്നത് ഇനേർഷ്യയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇനേർഷ്യയുടെ ഇക്വേഷനാണ്. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഇക്വേഷൻ മീൻസ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് സിഗ്മ മാക്സ് ഡിവൈഡഡ് ബൈ t/2 ഇൻറ്റു ഐ. നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ എസ് വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം, എപ്സിലോൺ വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നോക്കിയതാണ്. സോ എപ്സിലോൺ മാക്സ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2EI. m എന്ന് പറയുന്നത് ടോർക്കാണ്, ടി നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസ്, 2 ഇൻറ്റു ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ദി ബീം മെറ്റീരിയൽ, ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അണ്ടർ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്.